നിലമ്പൂരിൽ ഇനി പോര്. ഇപ്പോൾ നിലമ്പൂരിൽ ഇന്ന് CPM ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് നേതാക്കൾ. ആ സമയത്ത് ഞങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിക്ലെയർ ചെയ്തു. ഇനി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. അത് പാർട്ടി ചിഹ്നത്തിലാണോ സ്വതന്ത്രനാണോ എന്നുള്ളതെല്ലാം തന്നെ പാർട്ടി സംസ്ഥാന കേന്ദ്രമൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കുക. ഉടനെ ഉണ്ടാവും. ഇനി അധിക ദിവസം ഇല്ലല്ലോ. ഒരു പ്രാഥമിക ചർച്ച നടന്നു പാർട്ടിയിൽ സ്ഥാനാർത്ഥി സംബന്ധിച്ച്. അല്ല, അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തലത്തിലാണ് അത്തരം കാര്യങ്ങൾ ആദ്യം നടക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവിടെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അവിടെ ചർച്ച ചെയ്യാം. ജില്ലയിൽ നിന്നുള്ള ഒരു നിർദ്ദേശം അത് അവിടുന്ന് അതിൻ്റെ ചർച്ച വന്ന് നിർദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ച ചെയ്യുക. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. ഇന്നത്തെ യോഗത്തിൽ അങ്ങനെ ചർച്ച ഇല്ലല്ല. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല ഇന്ന് ചർച്ച നടന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പാർട്ടി സംഘടന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായിട്ട് അത് നിശ്ചയിക്കപ്പെടണം. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾ ഇന്ന് ആലോചിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ ആ വെല്ലുവിളി ഇതിനോടൊപ്പം തന്നെ നേരിടുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ അതിന് മാർഗമുള്ളൂ. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് വേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ജനാധിപത്യത്തിൽ നടക്കുന്നതല്ലല്ലോ. നടക്കേണ്ടതാണല്ലോ. ജനപ്രതിനിധി വേണമല്ലോ. ഞങ്ങൾക്ക് എന്തിനു ആശങ്കപ്പെടേണ്ട കാര്യം? അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആർക്കാണ് അൻവർ ബുദ്ധിമുട്ടായത്, മറ്റ് തലവേദനയായത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകളുമായി ഞങ്ങളുടെ വികസന കാര്യങ്ങളുമായി അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്ന് ആ എഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയൊരു എഫക്റ്റ് ഉണ്ടാവും. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ എഫക്റ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ പുതിയ എഫക്റ്റുകൾ ഉണ്ടാവും. കാരണം എന്താണ്? കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഇതുവരെ നടക്കാത്ത രൂപത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കീഴിൽ നിന്നുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവും. തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി അക്കമിട്ട് പറഞ്ഞല്ലോ. അതെല്ലാം കേരളത്തിൽ നടന്നിട്ടുള്ളതാണല്ലോ. ഒന്നും നടക്കില്ല എന്നുള്ളിടത്തുനിന്ന് കേരളത്തിൽ ഇതെല്ലാം നടന്നല്ലോ. അതിന്റെ പ്രതിഫലനം നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിനകത്തുണ്ട്. ഏതാണ്ട് 2000 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 8 വർഷത്തിന്റെ ഉള്ളിൽ നിലമ്പൂർ നടന്നിട്ടുള്ളത്. അതാ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്ത രൂപത്തിൽ വികസന പ്രവർത്തനങ്ങളാണ്. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് സംസാരിച്ചത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി പൂർണ്ണ സജ്ജമാണ്. ഇക്കാര്യത്തിൽ ഇനി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തീരുമാനമെടുക്കേണ്ടത് എന്നതാണ്. അത് സ്വതന്ത്രനായിരിക്കുമോ പാർട്ടി ചിഹ്നത്തിലായിരിക്കുമോ എന്നതെല്ലാം പാർട്ടി സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്നാണ് VP അനിൽ പറഞ്ഞത്.